പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 13 തിങ്കളാഴ്ച. ഫിലിപ്പിയ ലേഖനം 1 എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഒരു വാചകം കൊണ്ട് മുഴുവൻ ക്രിസ്തീയ ജീവിതത്തെ സംഗ്രഹിക്കാമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം നൽകുവാനായിട്ടുള്ള ഒരു വാക്യമാണ് നാം വായിച്ചത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. പൗലോസ്ലീഹായുടെ ഈ വാക്കുകൾ വെറും വിശ്വാസ പ്രഖ്യാപനമല്ല, ഇതൊരാത്മാവിൻ്റെ മുഴുവൻ ദിശയും തിരിച്ചറിവും അടങ്ങിയതായ ജീവിത സൂത്രമാണ്. പൗലോസ് ഈ വാക്യം എഴുതുമ്പോൾ ജയിലിലാണ്, വേദനയിലാണ്. എന്നിട്ടും പൗലോസ് പറയുന്നു, എനിക്ക് ജീവൻ ക്രിസ്തുവാണ്. ഇതത്ര ശക്തമായ സാക്ഷ്യമാണ്. ജീവിതം പലർക്കും വിജയത്തിൻ്റെയോ സ്വപ്നങ്ങളുടെയോ പേരിലാണ് അർത്ഥം നേടുന്നത്. പക്ഷെ പൗലോസിന് ജീവിതം എന്നത് യേശുവിനോടുള്ളതായ ബന്ധം മാത്രമാണ്. ക്രിസ്തു അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അവൻ്റെ ധൈര്യവും സമാധാനവും ഉറപ്പും അവന് ലഭിക്കുന്നത്. നാം നമ്മോട് തന്നെ ചോദിക്കുക, എനിക്ക് ജീവൻ എന്താണ്? എൻ്റെ ധനം, സ്ഥാനം, മാനം, ലോകസന്തോഷം, അതോ യേശുവിൻ്റെ സാന്നിധ്യമാണോ? ജീവിതം യേശുവിനെ ചുറ്റിപ്പറ്റിയല്ലെങ്കിൽ നാം വെറുതെ നിലനിൽക്കുകയാണ്. യഥാർത്ഥ ജീവിതത്തിലല്ല നാം ആയിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. വീണ്ടും പൗലോസ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിലുള്ളതായ മരണം ലാഭമാണ്. മരണം ലാഭമാണ് എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. മരണത്തെ ഭയപ്പെടുന്ന മനുഷ്യരെയാണ് ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ വിശ്വാസി മരണത്തെ സമാധാനത്തിലേക്കുള്ള കവാടമായി കാണുകയാണ്. കാരണം ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നവർക്ക് മരണം നഷ്ടമല്ല, അത് നിത്യ സംഗമത്തിലേക്കുള്ള, ദൈവവുമായിട്ടുള്ള സംഗമത്തിലേക്കുള്ളതായ പ്രവേശനമാണ്. യേശുവിനോടുള്ള അടുത്ത ബന്ധം നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കുകയാണ്. യേശുവിൽ ജീവിക്കുന്നവർക്ക് അതുകൊണ്ട് മരണം ഒരു ഭീഷണിയല്ല, ഒരു വാഗ്ദാനമാണ് ലഭിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിത്യമായി വസിക്കുവാനുള്ള അവസരം. വീണ്ടും പൗലോസ്ലീഹ നമ്മോട് സൂചിപ്പിക്കുന്നു, ജീവൻ ക്രിസ്തുവാകുമ്പോൾ മരണം ഭയമല്ല. പൗലോസിന്റെ മനോഭാവം ഇവിടെ ദർശിക്കാൻ സാധിക്കുകയാണ്. ജീവിതത്തിലും മരണത്തിലും ഒരേ ഉറപ്പ് തന്നെ ഇവിടെ കാണുകയാണ്. ഞാൻ ക്രിസ്തുവിലാണ്. ജീവിതം ക്രിസ്തുവിലാകുമ്പോൾ വേദനകളിലും കഷ്ടതകളിലും പ്രത്യാശ ദർശിക്കുവാൻ സാധിക്കുന്നു. പരാജയങ്ങളിൽ ധൈര്യം കാണാൻ സാധിക്കുന്നു. മരണത്തിൻ്റെ അനുഭവത്തിൽ ജയഗാനം പാടുവാൻ നമുക്കിടയായി തീരുകയാണ്. എന്നാൽ ക്രിസ്തുവില്ലാത്ത ജീവൻ ശൂന്യമാണ്. ക്രിസ്തുവിലുള്ളതായ ജീവിതം സമ്പൂർണമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. പൗലോസിന്റെ വാക്കുകൾ നമ്മോട് ചോദിക്കുന്നു, യേശുവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് യേശുവിൻ്റെ സാന്നിധ്യത്തിലാണോ? നാം ലോകത്തിൻ്റെതായിട്ടാണോ ജീവിക്കുന്നത്, അതോ യേശുവിനായാണോ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ ചിന്തകളിലും, ബന്ധങ്ങളിലും, സ്വപ്നങ്ങളിലും യേശു പ്രഥമ സ്ഥാനത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം സ്വാർത്ഥമായതല്ല, സാക്ഷ്യമായ ജീവിതമായിരിക്കും. മരണത്തിൻ്റെ അനുഭവത്തിലും ഭയം ഇല്ലാതാകും. കാരണം ജീവനും മരണവും യേശുവിൻ്റെ കൈകളിലാണ്. ക്രിസ്തു നമ്മുടെ ജീവനാകുമ്പോൾ മരണം നമ്മുടെ ജയമാകുന്നു. When Christ becomes our life, death becomes our victory. ക്രിസ്തു നമ്മുടെ ജീവനാകുമ്പോൾ മരണം നമ്മുടെ ജയമാകുന്നു. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥവും
ലക്ഷ്യവും അവിടുന്നാകണമേ. നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാനും ആ സത്യത്തിൽ ഉറച്ചു നിൽപ്പാനും ജീവൻ കൊണ്ടും മരണത്തിലും നിന്നെ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.